ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബർഗർ ഉണ്ടാക്കാൻ വന്നത്. അതിന് വേണ്ടിയിട്ട് അരക്കിലോ ബോൺലെസ് പോയി എടുത്തിന്. മുള്ളില്ലാതെ പോയി അത് ഇടയില്ല മുമ്പായാലും മുള്ളില്ലാതെ കിട്ടുന്നു. ഞാൻ നെഞ്ഞിൻ്റെ ഇറച്ചി നൽകുന്ന നെഞ്ഞിൻ്റെ ഇറച്ചി നിന്ന് നാട്ടിൽ കോയി കിട്ടുന്നല്ലോ ഇവിടെ അങ്ങനെയല്ല. ഞാൻ മുള്ളില്ലാതെ കോയി കൊണ്ടതിനവർക്ക് കുറച്ച് ഉപ്പ്, ചില്ലി ഫ്ലേക്സ് 2 സ്പൂണ് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഇത് കുരുമുളക് പൊടി, ഇത് വെളുത്ത കുരുമുളക് പൊടി, പിന്നെ ഇത് വെളുത്തുള്ളിൻ്റെ ഇല്ലേ പൊടി ഉണ്ടെങ്കിൽ വെളുത്തുള്ളിൻ്റെ പൊടി ഇടണം, ഇല്ലെങ്കിൽ വെളുത്തുള്ളി അരിച്ചതിടണം. ഇത് ഇഞ്ചിൻ്റെ പൊടി, ഇത് സോയ സോസ് 1 സ്പൂണ്, ഇത് മസ്റ്റർഡ് സോസ്, നമ്മൾ കടുകില്ലേ കടുകിൻ്റെ സോസ് ഇത് ഒരു 2 സ്പൂൺ ഇടണം. പിന്നെ ഫ്രഷ് ക്രീമില്ലേ കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കണം ഇതേമാതിരി. ഇതിൽ നമ്മൾ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇടാം, അല്ലെങ്കിലേ ഇത് നെയ്യ് പശു നെയ്യില്ലേ പശു നെയ്യ് ഇടണം 1 സ്പൂണ്. അത് കോയില്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് 1 സ്പൂണ് വിനീഗർ. ഉള്ളീൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഉള്ളീൻ്റെ പൗഡർ ഇടാം, അല്ലെങ്കിൽ ഉള്ളി മുറിച്ചിട്ട് ചെറുങ്ങനെ കഷ്ണാക്കിയിട്ട് ഇതിൽ കിട്ടിയിട്ട് കൊടുക്കണം. പിന്നെ ഇതില്ലേ ഒരിഗോനോ 1 സ്പൂൺ ഇടണം. ഇത് കോൺഫ്ലവർ 2 സ്പൂൺ ഇട്ടിട്ട് കൊടുക്കണം. പിന്നെ ഇത് ബ്രെഡ് പൊടിച്ചിട്ട് എന്ത് ഇടാൻ കഴിയില്ല, കോൺഫ്ലവർ ഇട്ടെങ്കിലേ ബ്രെഡ് പൊടിച്ചിട്ട് ഇടാൻ കഴിയില്ല. പിന്നെ ഇതേ മിഷനിൽ ഇത് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ എല്ലാം ചെറിയ മിക്സിയില്ലേ ഉണക്കരക്കുന്ന അതിൽ പൊടിച്ചിട്ട് എടുത്താലും മോശമില്ല. പിന്നെ ഇത് ഞാനില്ലേ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈനസും ഫ്രഷ് ക്രീമും മസ്റ്റർഡ് സോസും ചില്ലി സോസ് റെഡ് ചില്ലി സോസില്ലേ അതും ഞാൻ ഇട്ട് വഴിക്ക് കുറച്ച് ഒരിഗാനോ കുരുമുളക് പൊടി ഉപ്പ് ഇതിൻ്റെ നല്ല മിക്സാക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു സൈഡിൽ വെക്കണം സോസ്. ചില്ലി ഫ്ലേക്സ് വേണം കിട്ടാൻ കായി ഉണ്ടാവില്ലെങ്കിൽ മസാല ഇട്ടില്ലെങ്കിൽ നമുക്ക് സോസ് റെഡിയായി. പിന്നെ ഇതില്ലേ കോൺപ്ലാൻ അത് പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത് ഒരിഗാനോയും ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പിട്ടിട്ട് കുരുമുളക് പൊടിയാണ് 1 സ്പൂണ് ഇട്ടിട്ട് ഇതേമാതിരി പൊടിച്ചിട്ട് എടുക്കണം, ഇതേമാതിരി തെരി. പിന്നെ കുറച്ച് മൈദ എടുത്തിന് മൈദക്ക് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഉപ്പും ഇട്ടിട്ട് മിക്സാക്കിയിട്ട് കൊടുക്കണം ഇതേമാതിരി. പിന്നെ ഇതേമാതിരി ബർഗറില്ലേ നല്ല റൗണ്ടില ആക്കിയിട്ട് കഴിക്കാൻ എണ്ണ കൊടുത്തിട്ട് ഇതേമാതിരി. പിന്നെ മൈദപ്പൊടിക്കില്ലേ മൈദപ്പൊടിക്ക് ഇട്ടിട്ടെടുക്കണം. പിന്നെ മുട്ടയില്ലേ 2 മുട്ട പൊടിച്ചിട്ട് ഇതേമാതിരി ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ട് എടുത്തിന് നോക്കല്ല. പിന്നെ 2 മുട്ട പൊടിച്ചിട്ട് എടുക്കണം. പിന്നെ നല്ല മിക്സ് ആക്കണം മുട്ട പൊടിച്ചിട്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് കൊടുക്കണം, ചില്ലി ഫ്ലേക്സ്. ഇത് പിന്നെ ഇതേ മുട്ടൊക്കെ മുക്കിയിട്ട് പിന്നെ ഈ കോംപ്ലാൻറ്റിൽ പൊടിച്ചിട്ട് വെച്ചാൽ അതിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കണം ഇതേമാതിരി. ഇനി ഒന്നും ഉണ്ടാക്കിയിട്ട് വെച്ചാൽ പിന്നെ പീടിയെന്ന് മേങ്ങുന്നത് മറക്കും ഞാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ഇത്. നല്ല കളറ് മാറുമ്പോൾ ഇതിനെ മറിച്ച് കൊടുക്കണം. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. പിന്നെ ഇല്ലേ ഈ ബർഗറിൻ്റെ ബെന്നെടുത്ത് ഞാൻ ഈ ബെന്നിലേക്ക് കുറച്ച് ഞാൻ സോസ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടില്ലേ അതിനെ തേച്ചിട്ട് കൊടുക്കണം ഇതേമാതിരി. ഞാൻ എന്ത് വെജിറ്റബിൾ ഉണ്ട് കക്കടി പിന്നെ തൊമ്പേട്ട ഇത് ഉള്ളി പിന്നെ ഗോബി ഉണ്ടെങ്കിൽ ഗോബി വെച്ച് കൊടുക്കുക. നമ്മളിൽ എന്തുണ്ട് അത് പിന്നെ ലേറ്റസ്റ്റ് പത്ത അങ്ങനെ വെച്ചിട്ട് കൊടുത്താൽ കാര്യം. ഇല്ലെങ്കിൽ നമ്മളതിലുള്ള വെജിറ്റബിൾ ഇല്ലേ അത് വെച്ച് കൊടുക്കണം. ഇപ്പം എൻ്റെ ഉള്ളിയും തൊമ്പട്ടയും ഇത് ബർഗർ വെച്ചിട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മേൽക്കില്ലേ ലേറ്റസ്റ്റ് പത്ത ചീസ് വെച്ച് പിന്നെ ലേറ്റീസ് പത്ത വെച്ചിട്ട് കൊടുക്കണം. അത് ഓൺലൈനിൽ കിട്ടും. ഇതിനെ മെൽട്ടാൻ വേണ്ടിയിട്ടില്ല ചെയ്ത് കുറച്ച് ഫ്രൈ പാനിൽ ചൂടാക്കിയിട്ട് എടുക്കണം. മുകളിലേക്ക് പത്ത വെച്ച് കൊടുക്കുക. ഇവിടെ ആയിട്ട് വരാം റെഡിയായി ബർഗർ. ഇനി എന്തായാലും ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് നോക്കാം, കഴിച്ചിട്ട് അഭിപ്രായം പറയും.